ലിഷോയും കൂടി ചേരുന്നുണ്ട്. വിൻസിയുടെ ഷൈൻ ടോം ചാക്കോയുടെ വീട്ടിൽ നിന്നാണ് ലിഷോയ് ചേരുന്നത്. ലിഷോയ്, നാടരിച്ചുപിറക്കി അങ്ങനെ ഒരു അന്വേഷണം നടത്തുകയാണ്. പക്ഷെ അതിനിടയിലും ഷൈൻ ടോം ചാക്കോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് കയ്യെത്തും ദൂരത്തെവിടെയോ ഈ നടൻ ഉണ്ട് എന്ന് തന്നെയല്ലേ? അതായത് ഷൈൻ ടോം ചാക്കോയുടെ മുണ്ടൂരിലെ വീട്ടിൽ നമ്മൾ പോയിരുന്നു. അവിടെ അവരുടെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുമായി സംസാരിച്ചിരുന്നു. പക്ഷേ അവർക്കും ഇതുമായി ബന്ധപ്പെട്ടൊന്നും പറയാനില്ല, അല്ലെങ്കിൽ ഈ ഷൈൻ എവിടെയെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തതയില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് പങ്കുവച്ചത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അവർ ഷൈനെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ഷൈൻ ഇറങ്ങി ഓടിയെന്ന് നിങ്ങൾ പറയുമ്പോൾ പോലും പോലീസിന് എന്തെങ്കിലും ആ മുറിയിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, 10 വർഷത്തോളമായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു വാദമാണ് വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതല്ലാതെ പോലീസ് ഇതുവരേക്കും അവിടെ എത്തിയ ഒരു പരിശോധനയോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. അതിനോടൊപ്പം തന്നെ നേരത്തെ ഈ ഷൈനുമായി ബന്ധപ്പെട്ട വീട്ടിലുണ്ടോ എന്ന് അന്വേഷിക്കുക മാത്രമാണ് ചെയ്തത്. അവിടെ എത്തിയൊരു പരിശോധനയോ മറ്റോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തൃശ്ശൂരിലേക്ക് ഷൈൻ എത്തിയതായി അല്ലെങ്കിൽ പോകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ഇടങ്ങളിൽ എവിടെയെങ്കിലും പോലീസ് നേരിട്ടെത്തി പരിശോധന നടത്തിയതായി നമുക്ക് വിവരമുണ്ടോ ലിഷോയ്? അതായത് തൃശ്ശൂരിൽ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യമായ ഒരു അറിയിപ്പൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അത്തരത്തിൽ ഈ തിരച്ചിലിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ സ്വാഭാവികമായും എല്ലാ ജില്ലയിലും ഉണ്ടാകുന്ന ഒരു അലർട്ട് അത് നൽകിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ പ്രത്യേകം ഒരു സ്ഥലത്ത് പോയി പരിശോധന നടത്താനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഷൈനിന് വേണ്ടിയുള്ള ഒരു തിരച്ചിൽ നടത്താനോ ഒന്നും തന്നെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിലവിൽ ഈ ഇത്തരത്തിൽ നിർദ്ദേശങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അന്വേഷണം എല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നത് കൊച്ചിയിൽ നിന്ന് ആയതിനാൽ തന്നെ അവിടെ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയൂ എന്നുള്ളതാണ് ഇവിടെ ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ഷൈൻ്റെ വീട്ടുകാരുമായി സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ 10 വർഷത്തോളമായി തങ്ങൾ ഈ സമാനമായ രീതിക്ക് പല കേസുകൾ ഷൈന് നേരെ ഉണ്ടാകുന്നു. അതെല്ലാം തന്നെ പലപ്പോഴും അത് തള്ളിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോഴൊക്കെ തന്നെ ഇവർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഷൈനിനെ പ്രത്യേകം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉപദ്രവിക്കുന്ന ചില ആളുകളുണ്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മാതാവടക്കമുള്ളവർ പറയുന്നത്. ആരെ വേട്ടയാടുന്നു എന്നത് ഒരു അവസാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. എന്തായാലും അതൊരു വലിയ ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ്. അതുകൊണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് എത്രയും പെട്ടെന്ന് ലഭ്യമാകേണ്ടതുണ്ട്.